ഇൻസ്റോക്സ് യൂട്യൂബ് ചാനൽ. ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരെയുള്ള പെരുന്നാളിന് വന്നേക്കാണ്. ഞാൻ ഇന്ന് എല്ലാവരും കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ പോണ വഴി. ഇത് അദ്ദേഹം നമ്മുടെ ഇൻസ്റോക്സ് ഇരിക്കുന്നുണ്ട് ഇവിടെ, പിന്നെ അനീഷ് പേപ്പൻ ഇരിക്കുന്നുണ്ട്, പിന്നെ എന്റെ സിസ്റ്റർ ഇരിക്കുന്നുണ്ട് ഇവിടെ. ഇവിടെയാണ് ഞങ്ങൾ പോകുന്ന പെരുന്നാൾ സ്റ്റാർട്ട് ചെയ്യണേ. ഇവിടെ കുറെ പേര് അമ്പ് കാണാൻ നിൽക്കുന്നുണ്ട്. ഹായ് ഓൾ, ഐറിൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് താഴൂർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ചാലക്കുടിയിൽ നിന്ന് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് 5 കിലോമീറ്റർ അപ്പുറമുള്ള പള്ളിയിലേക്കാണ് കേട്ടോ. അവിടെ പെരുന്നാൾ കാണാനാണ് പോകുന്നത്. ഇവിടെയാണ് ഫസ്റ്റ് പെരുന്നാൾ തുടങ്ങുന്നത് കേട്ടോ. കണ്ടോ, ഇവിടെ ഓരോ വീടുകളും, എല്ലാ വീടുകളും കണ്ടോ, എന്തും കണ്ടോ. ഇത് പിണ്ടിയാണ്, ഇത് ഇരിക്കുന്നത് പിണ്ടി എന്ന് പറയും കേട്ടോ. ഇത് പിണ്ടി വെച്ചേക്കുവാണ്. ഓരോ വീടുകളിൽ ഇങ്ങനെ പിണ്ടിപ്പെരുന്നാൾ എന്ന് പറയും. എല്ലാ പിണ്ടി കുത്തും അല്ലേ. എല്ലാ ക്രിസ്ത്യൻസിന്റെ വീട്ടിലും ഇങ്ങനെ ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഇവിടെ കൊണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇനി ഞങ്ങൾ പോവുകയാണ്. ഇതാണ് കാതറിൻ, ഇതാണ് ഐറിൻ. ഇത് കാതറിൻ, ഇത് ഐറിൻ. ഇതെന്റെ ചേട്ടൻ. എൻ്റെ പേര് ഐറിൻ ആന്റണി. ഞാൻ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കണു. എന്നെ കാർമൽ അക്കാഡമി CMIC സ്കൂളിൽ പഠിക്കണു. പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ട്. ഐറിൻ കാത്തി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇവള് നാണക്കാരി, ഇവള് ചിരിക്കാരിയാണ്. അവളുടെ പേര് കാത്തറിൻ തെരേസ ആന്റണി. അവള് 2nd സ്റ്റാൻഡേർഡിലാണ് പഠിക്കണത്. സെയിം സ്കൂള്. അവിടുന്ന് ഞങ്ങൾ പോയത് ഞങ്ങൾ ബജ്ജി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ചെറിയ പെരുന്നാളായതുകൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള കടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം ഇവിടെ ചാലക്കുടിയിലോട്ട് ഇങ്ങോട്ട് ഞങ്ങളുടെ ഇവിടോട്ട് വരുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളും സാധനങ്ങൾ വിൽക്കാനായാലും കുറേ കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉണ്ട്. നമ്മുടെ ഒരാള് പറഞ്ഞു ആളുടെ വീട് അവിടെ തന്നെയാണ്. ജയിച്ചിട്ടുണ്ട്. ഇവള് തോറ്റിട്ടുണ്ടോ? നീ തോറ്റിട്ടുണ്ടോന്ന് ഞാൻ ഇവളോട് ചോദിക്കുന്നേ. ഇവിടുന്ന് ഞങ്ങൾ ഐറിൻ്റെ ഫ്രണ്ടിനെ കണ്ടു കേട്ടോ. പിന്നെ അവരുമായിട്ടൊക്കെ സംസാരിച്ച് കുറച്ച് നേരം തമാശയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയത് പള്ളിയിലേക്കാണ്. ഇപ്പം നോക്കുമ്പോൾ ഇവിടെ ആരും ഇല്ല കേട്ടോ. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെ ഫുൾ ആൾക്കാരായിരിക്കും. അങ്ങനെ ഞങ്ങൾ അമ്പെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങൾ ആദ്യം വന്നപ്പോൾ കണ്ട സ്ഥലമല്ല ഇപ്പോൾ കേട്ടോ. ഇപ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി കേട്ടോ. കാരണം ഇവിടെ ഏതാണ്ട് 15 യൂണിറ്റ് ആണോ എനിക്കറിയത്തില്ല, 12ഓ എത്ര കൺഫേമായിട്ട് എനിക്കറിയത്തില്ല. 12 യൂണിറ്റിൻ്റെ ഒരു പള്ളി എങ്ങാണ്ട് കേട്ടോ. അന്നേരം ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കിനും ഇവിടെ മൊത്തം ആൾക്കാരായിരിക്കും. നമുക്ക് നടക്കാനൊന്നും പറ്റാത്ത രീതിയിൽ ഫുൾ ആൾക്കാരായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ അപ്പോഴത്തേക്കിന് അമ്പ് തുടങ്ങും. ഓരോരോ യൂണിറ്റിൽ നിന്നും അമ്പ് തുടങ്ങാൻ സമയമായേ. ഇനി നമുക്ക് അമ്പ് കയറുന്ന കാഴ്ചകൾ കണ്ടാലോ. എല്ലാവർക്കും ഇഷ്ടമുള്ള കാഴ്ച അത് തന്നെയായിരിക്കും കേട്ടോ, ഏത് പെരുന്നാളിന് പോയാലും.
പെരുന്നാളുകളും കൊട്ടും പാട്ടും ഒന്നും ഇവിടെ തീരുന്നില്ല കേട്ടോ. ഇനി പുതിയ പുതിയ പെരുന്നാളുകളും പുതിയ പുതിയ കാഴ്ചകളുമായി അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ ബൈ ബൈ.